ഇതാണ് തുർക്കിഷ് മൾബറി. ഡയറക്റ്റ് കെയിം ഫ്രം ടർക്കി വയ ദുബായ്. ഇതാണ് കേട്ടോ അതിന്റെ ഫ്രൂട്ട് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാല് മൾബറിനെക്കാട്ടും ഇതൊന്നല്ല ഫ്രൂട്ട് വരാൻ കിടക്കും. ഞാനിപ്പോ നട്ടിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒരു പ്രൂണിങ് സിസ്റ്റം അറിയില്ല എല്ലാവർക്കും. അതെ ഇത് പ്രൂണിങ് ഒന്നും ചെയ്തിട്ടുമില്ല അല്ലേ. പ്രൂൺ ചെയ്യുന്ന രീതി കൂടെ പറഞ്ഞു കൊടുത്താല് അവർക്ക് ചിലപ്പോ നമ്മൾ സാധാരണ പ്രൂൺ ചെയ്യും. ഞാൻ എങ്ങനെ പ്രൂൺ ചെയ്യല്? ഇപ്പൊ ഈ ടെൻഡർ ലീഫ് ഇതാ എല്ലാത്തിനും ഇത് ഒഴിവാക്കും. എന്നിട്ട് ഒരു ഇല പോലും ബാക്കി വെക്കൂല. ഇതിനടിയിലൊക്കെ ഉണ്ട്. അതൊക്കെ നോട്, ഇതൊക്കെ ഫ്ലവറാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഇല പോലും ബാക്കി അല്ല. അത് അങ്ങനെ തന്നെ പൊട്ടിക്കാണ്. ഇത് ഈ ഇലന്റെ മൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ആവുക. ഈ ഒരു കരകരപ്പുണ്ടല്ലോ, ഭയങ്കര വ്യത്യാസമാട്ടോ. ലീഫ് നോർമൽ മൾബറി ആയിട്ട് നല്ല ഡാർക്ക് ലീഫ് തൊട്ടേ ഞാൻ നല്ലൊരു ഇത് നല്ലോണം നല്ല ക്രിസ്പി ആവും. ക്രിസ്പി ആയി നമ്മൾ തട്ടി കഴിഞ്ഞാൽ തന്നെ ഉണ്ടോ അങ്ങനെ സാധനം പോലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പുതിയ ഇത് ഷൂട്ട് വരുന്നത് ഫുള്ള് ഫ്ലവർ ആയിരിക്കും. നമ്മൾ കായ പറിച്ച് മടുക്കും. അടിപൊളിയാണ് സാർ. ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. വെറും ഒരു മധുരമല്ല, ഒരു പുളി മധുരം. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല പുളിയായിരിക്കും. അത് പുളിയുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ. എന്റെ മക്കൾ ഇതാ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടും. അതെ കുട്ടികൾ ഈ ഇതാണ് ബ്ലാക്ക് ആണ്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടം. പുളി ഇങ്ങനെ അടിക്കും, നല്ലോണം അടിക്കും. ഇതാട്ടോ ടർക്കിഷ് മൾബറി. ലീഫൊക്കെ ഒന്ന് കണ്ടു വെച്ചോളൂ. സാധനം ഏതായാലും പൊളിയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് അടിച്ച് കൊണ്ടുവന്നത്. ഇത് അടുത്ത ട്രെൻഡ് ആവും. ഇത് നമ്മളെ ഷംസീബായിനെ എല്ലാവർക്കും അറിയാം. ഷംസീബായിന്റെ മിയാവാക്കി ഫോറസ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കട്ടോ. ഒന്നും കാണുന്നില്ലല്ലോ. ഇതില് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഒരുപാട് മാവുകൾ, സെലക്റ്റീവ് വെറൈറ്റികളാട്ടോ വെച്ചിട്ടുള്ളത്. നീ നാംഡോക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേട്ടോ. നാംഡോക്ക് 2 എണ്ണൊക്കെ എടുക്കണത്. ഇത് നാംഡോക്ക് ഗ്രീനും നാംഡോക്ക് സീത്തോങ്ങും ഉണ്ട്. വേറൊരു പ്രത്യേകത എന്താ അറിയോ? നമ്മള് ഇപ്പൊ സ്ഥലമില്ലേ, ഞാൻ കോഴിക്കോട് ടൗണിലാണല്ലോ. ഒരു കുഴിയില് രണ്ട് മാവ്, 2 വെറൈറ്റി. ഒരു 2 എണ്ണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ 2 മാവന്നെ നമ്മൾ വെച്ച്. അതേമാതിരി അതിപ്പോ 2 മാവാണ്. ചക്കരക്കുട്ടി 2 മാവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് ട്രെയിൻ ചെയ്ത് എടുത്താൽ മതി. ഇത് മാവ് തമ്മിൽ ഇതൊരു 10 അടി കറക്റ്റ് 10 ഫൂട്ട് ഡിസ്റ്റൻസിലാണ്. എഞ്ചിനീയറെ കൊണ്ട് കോളം വരിപ്പിച്ച്, എന്റെ കസിന് എഞ്ചിനീയറാണ്, അവനെ കൊണ്ട് കോളം വരിപ്പിച്ച് കറക്റ്റ് നമ്മൾ വീടെടുക്കാൻ നമ്മൾ തറടൂലേ അതുപോലെ തന്നെ കോളം വരിപ്പിച്ചിട്ട് അത് പ്രകാരം കുഴിച്ച് കറക്റ്റ് അളവെടുത്ത് JCB കുഴിയെടുത്ത് വളട്ട് പിന്നെ എന്നിട്ടാണ് ചെടി നട്ടത്. നടുമ്പോഴും നമ്മൾ അളവ് കറക്റ്റ് ചെയ്തു. കറക്റ്റ് ആ ഡിസ്റ്റൻസിലാണ് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. മാവാണ്. പിന്നെ ഇത് ഇവിടെ ആളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കള പറിക്കാത്തൊരു സിസ്റ്റം കേട്ടോ. ബയോമാസ് ഉണ്ടാക്കിയിട്ട് കളനെ ഇവിടെ തന്നെ നിർത്തിയിട്ടുള്ള കള കളയൂല. ഇതൊന്നും അതൊക്കെ നടാനുള്ളതാട്ടോ. നട്ടതൊക്കെ ഈ 10 to 10 ഡിസ്റ്റൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണുള്ളത്. ഇതെല്ലാം മാവും റംബൂട്ടാനും പ്ലാവും ലോങ്ങനും ഒക്കെ ഉള്ള ഒരു മിയാവാക്കി പച്ചക്കറി ഉണ്ട്. ഫുഡ് ഫോറസ്റ്റ് ആണ്. ഈ പിന്നെ ആകെ കോഴിക്കോട് ടൗണിൽ എത്ര സ്ഥലമുണ്ട്? 4 സെന്റ് ഉള്ള ആളാണ് കേട്ടോ ചെയ്യുന്നത്. സ്ഥലം ഇത് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇത്ര 15 സെന്റാ 17.4 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടുന്ന് എത്ര കിലോമീറ്റർ ഇങ്ങോട്ട് ഓടണം? 12 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതാണ് അതിന്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ചിലര് റൺ ചെയ്യുന്നത് ആളുകൾ, ചില ആൾക്കാർ ഇതിന് പ്രാന്ത് എന്ന് പറയും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രാന്താണിത്. ഇതെന്താ ഇത് തായ്പിങ് അല്ലേ? തായ്പിങ് കഴിച്ചതാ. കായ പിടിച്ച് ഞാൻ പറിച്ചു. ഉമ്മക്ക് ഫസ്റ്റ് കാ ഉമ്മക്ക് കൊടുത്തു. എല്ലാം ഉണ്ട് കേട്ടോ. ഇതില് പച്ചക്കറി ഉണ്ട്, ചിത്രസ് ഉണ്ട്, ലോങ്ങൻ ഉണ്ട്. ഇതിലേക്ക് നമ്മളെ സംഭാവന ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ സംഭാവനയാണ് ഈ ലോങ്ങന്. ഇനിയും വരും മറ്റേ വിയറ്റ്നാം മാൾട്ട ഒക്കെ ഇനിയും ഇങ്ങനെ വരും. കാണാൻ തന്നെ സന്തോഷം. ഇതൊക്കെ ഒന്ന് വളർന്ന് ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ സംഗതി അടിപൊളിയാവും. വഴുതന മാവുണ്ട്. മാവ് ഒരു വളം കൊടുക്കുമ്പോ 2 ഇതൊരു ഹസ്യകാല വിളയാണ്. മാവ് അവിടെ ലോങ് ആണ്. അവിടെ 2 മാവ് കാലാപ്പാടി. ഇതൊരു ലോക്കൽ വെറൈറ്റി നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ട ഒരു മാവ്. ഇത് നമ്മളെ റൈസിന്റെ കാലാപ്പാടി അല്ലേ? R29 അടിപൊളി വെറൈറ്റി ആട്ടോ. ഞാനും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റ് ചെയ്ത സാധനമാണ്. ലോക്കൽ വെറൈറ്റി ആണ്. ഇഷ്ടപ്പെട്ട സാധനമാണ്.
നല്ല സാധനങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാവ് ഉണ്ട്, ഇത് J33 അല്ലത്. അതെ. മാവുള്ളതാ. ഇതിങ്ങനെ ഒരു സ്ലോപ്പായിട്ട് മുകളിൽ ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സ്ഥലമാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒട്ടും ഫുൾ സൂര്യപ്രകാശം. അവിടെ താഴെ കുഴിയാണ്. ഇത് ആക്ച്വലി ഇതൊരു കല്ലുവെട്ട് സ്ഥലമായിരുന്നു. നല്ല ഹാർഡ് ചുവന്ന കല്ല്, നല്ല ടൈറ്റ് റോക്കാണ്. അത് നമ്മൾ JCBക്ക് കുഴി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളല്ലേ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഒരു നനയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ കുഞ്ഞു തയ്യാകുമ്പോ നനച്ചിട്ട്. അതെ. ഇനിയിപ്പോ മഴ കഴിഞ്ഞ് ഇനി ഇത് നനയ്ക്കേണ്ട കുറച്ച് ഹ്യൂമസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളത് കളയരുതെന്ന്. അതിന് വേണ്ടിട്ടാട്ടോ ഈ ഒരു കാര്യം. നമ്മള് ഈ എപ്പോഴും കളകളൊക്കെ പറ്റ ഒഴിവാക്കി ഇതേപോലെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് ഒരുപാട് പെട്ടെന്ന് ഡ്രൈ ആവും, മണ്ണിലെ ജലാംശം നഷ്ടപ്പെടും. അങ്ങനത്തെ ഇതിലൊക്കെ താഴെ നോക്കിക്കഴിഞ്ഞിട്ട് ഇന്നലെ മഴ ഉണ്ട് എന്നാ പോലും വളം ഉണ്ട്. വളം ഉണ്ടോ? കോഴിവളാണിത്. കോഴിവളമൊക്കെ നേരിട്ടിടാ, ഡയറക്റ്റ് ഇടാ, കമ്പോസ്റ്റ് ഉണ്ടാക്കൂല. ഇതാണ് നമ്മളെ വിയറ്റ്നാം മാൾട്ട. സാധനം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താ പറയാ, ഇതൊരു സീതന്റെ ഒരു വെറൈറ്റി, നല്ല വെറൈറ്റി. ഫാമിലി ഗോൾഡൻ ഫാമിലി, ഗോൾഡൻ സീഡ് ആണെന്ന് പറഞ്ഞിട്ട് എന്ന സാധനമാണ്. ബ്ലാക്ക് പ്രിയൂർ കാണണ്ടേ? ബ്ലാക്ക് പ്രിയൂർ ഫുള്ള് ഇതിന്റെ ഇല 49 സെന്റിമീറ്ററിലെ ലീഫ് കണ്ടോ? ഇതാണ് ബ്ലാക്ക് പ്രിയൂർ. ലീഫ് കണ്ടോ? നമ്മളെ വളത്തിന്റെ ഒരു പ്രത്യേകത, ഒരു 20 ഇഞ്ചിന്റെ മുകളിലെ ലീഫ് ഉണ്ട്. നമ്മളെ ഫുള്ള് നമ്മള് രാസവിരോധിയാണ്. രാസവിരോധിയാണല്ലേ? വെറും ജൈവമാണ്. ജൈവ തീവ്രവാദിയാണല്ലേ? ഇത് കാറ്റിമോൺ ആണ്. ഇത് നമ്മളെ ക്യൂസാംബ്രോസ് 1+3 ആണ് കേട്ടത്. അതെ, 1-3 വെറൈറ്റി ചെയ്ത് ഇത് കയറി പോയിക്കോളും അല്ലേ? അത് ഗ്രോത്ത് ഉള്ള സാധന. അത്യാവശ്യം ഇതിനെന്തായാലും ഓവർകം ചെയ്യും. എല്ലാം ഉണ്ട് കേട്ടോ. വാഴ ഉണ്ട്, കമ്പോസ്റ്റിന്റെ ഇതുണ്ടോ? ഇതൊക്കെ അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളത്? വെറും ഇല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വാഴ, കരിമ്പ്, കറിവേപ്പില എല്ലാം ഉണ്ട്. ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതിനു വേണ്ടി സ്ഥലം എടുത്തിട്ട് ആണിത് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ ഇവിടുന്ന് കാണുമ്പോൾ ഉമ്മർ ചാമ്പ ഒന്ന് തന്നെ വെച്ചിട്ടുള്ളൂ അല്ലേ? മണ്ണിൽ വെക്കുമ്പോൾ ഒറ്റ നല്ലത് സെലക്ട് ചെയ്യാൻ നോക്കുക. എന്നാൽ തന്നെ ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാല് മഴ പെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ മെയിൻലി മാങ്ങക്കാണല്ലോ. അതെ, അതിന്റെ കൂടെ എല്ലാ കളക്ഷന് വേണ്ടിട്ട് നല്ലത് ക്രീം ആയിട്ടുള്ള സെലക്ഷൻ, എല്ലാത്തിനും നല്ല വെറൈറ്റീസ് കളക്ട് ചെയ്തു. ഇത് നമ്മുടെ ഫ്രീ ടേസ്റ്റ് ക്യൂസാംബ്രോസ്. അപ്പറംകുട്ടി ചേട്ടൻ്റെ യെല്ലോ 2 റംബൂട്ടാനും വെച്ചിട്ടുള്ളൂ. അപ്പറംകുട്ടിയും ഒരു റോങ്ഗ്രീനും. 2 വെറൈറ്റി. നമ്മൾ കൊമേഴ്ഷ്യൽ വെറൈറ്റിയിലുള്ള NIT നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമുക്ക് കൊമേഴ്ഷ്യൽ ഒന്നും വേണ്ട. ഉണ്ട് ആ വീട്ടിൽ വെച്ചതിനെ കൊണ്ട്. അത് വേറെ അതൊരു കാര്യം കേട്ടോ. ഇവിടെ തൈ വരും കേട്ടോ. അത് ഒരു തൈക്ക് വേണ്ടി കാത്തിക്കാണ് ഞാൻ. ഇത് നമ്മൾ അളവ് ഇതില് 10 അടിന്റെ ഡിസ്റ്റൻസിൽ ഇവിടെ കുറ്റി അടിച്ചു വെച്ചാണ്, നട്ടിട്ടില്ല. ഇവിടെ ഒരു തൈ വരും, പിന്നെ ഇവിടെ ഒരു തൈ വരാണ്ട്. ഇനി നല്ലൊരു തൈ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ 3 സെന്റിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് കോഴിക്കോട്? 3 സെന്റ് അവിടെ ഒന്നും ഇല്ല ഞാൻ വെക്കാൻ. കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ 3 സെന്റില് ഇതുവരെ വെച്ചിട്ട് മാംഗോസ്റ്റീൻ വരെ വെച്ചിട്ടില്ലേ? മാംഗോസ് 2 മാവ്, റംബൂട്ടാന്, മാംഗോസ്റ്റീന്, ലൂവി, പേര, പിന്നെ പ്ലാവ് ഉണ്ട് പറഞ്ഞല്ലോ, പിന്നെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുറേ ടെറസിന് മുകളിൽ പച്ചക്കറി ഉണ്ട്, കുറേ മാവുണ്ട് ടെറസിന് മുകളിൽ, അബിയുണ്ട്. ഫ്രണ്ടിലാകെ 3.5 മീറ്ററുള്ളൂ കേട്ടോ. അതെ, 3.5 മീറ്ററും ഒരു 16 മീറ്റർ. എനിക്ക് 4.5 മീറ്റർ ആണ് ഇനി വീട് കഴിഞ്ഞിട്ടുള്ളത്. അല്ല, അത് വീതിയല്ലേ? അല്ല, നീളം. ഇങ്ങനെ വൈഡ് ആയിട്ടുള്ളത് ഒരു 20 മീറ്റർ ഉള്ളൂ. അതിൽ കാറ് വെക്കാനുള്ള സ്പേസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അതിനാണ് മറ്റേ ശരിക്കുള്ള നമ്മുടെ പ്രാന്ത് പാഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും ഇതിനോട് എന്താ കോറായിട്ടുള്ള ഒരാളാണ്. വേറൊരു രസം എന്ന് വെച്ചാൽ ഇതേതാ ഈ മാവിന്റെ കാട് വന്നാല് പാമ്പ് വരുന്ന അറിയും. വീട്ടില് നമ്മളൊരു ഇതുപോലെ ഫുള്ള് തെങ്ങുന്തോപ്പുള്ള ഒരു വീടാണ് എൻ്റെത്. അതിൽ ഒരു 8-10 വീടുണ്ട്, നമ്മളൊരു കോളനി മാതിരി. എൻ്റെ വീട്ടിലേക്ക് പാമ്പ് വരുന്നില്ല.
ബാക്കി എല്ലാവരും വീടും ഒരു തരി പുല്ലില്ലാത്ത ഇന്റർലോക്ക് ഇട്ട വീട്ടിലൊക്കെ പാമ്പ് പാമ്പ് വരിക. ഇന്റേത് പാമ്പ് കയറുന്നില്ല, എന്താണെന്ന് അറിയില്ല. നമ്മൾ പിന്നെ ഒരു പക്ഷെ പെരുമാറ്റം ഉള്ളതുകൊണ്ടോ അതുകൊണ്ടാണ് ചിലപ്പോ. അതെ, അപ്പോൾ എല്ലാവരും നേരെ തിരിച്ചാ പറയാം പാമ്പ് വരും എന്ന് പേടിപ്പിക്കാനാണ്. ഇവിടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് ഒരു പൈപ്പ് ലൈനും വാട്ടർ ടാങ്കും ഒക്കെ, പമ്പേഴ്സ്, പിന്നെ അഗ്രികൾച്ചറിന്റെ മെറ്റീരിയൽസ് ഒക്കെ എല്ലാം ഇതിന്റെ ഉള്ളിലാട്ടോ. ഇതാ പച്ചക്കറി തൈകൾ ഇവിടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നടും. ഇതാ ടൂൾസ്, വർക്കിംഗ് ഡ്രസ് എല്ലാം ഇവിടെ ഇതുണ്ടോ. അല്ലാതെ ഇത് എന്തല്ല തള്ളല്ല, മനസ്സിലായോ? ഇതൊക്കെ പ്രാക്ടിക്കലാണ്. ഇതേതാ മാവ്? കോമാങ്ങ അല്ലേ? നമ്മളെ കോഴിക്കോട്ടുകാരെ സ്വന്തം കോമാങ്ങ. നമ്മള് സാധനം തീരുമാനാക്കാളാ കേട്ടോ. കാരണം കോമാങ്ങ ഒന്നും ഇപ്പൊ നമ്മൾ ഒരു ലൈഫ് കൊണ്ട് കഴിക്കാൻ പറ്റുന്നിടത്തോളം കോമാങ്ങ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട, ഇനി കിട്ടാനും ഉണ്ട്. ഇവിടെ നമ്മള് കോയൽ കിണർ, കോയൽ കിണറിലേക്ക് പിന്നെ നമുക്ക് വലിയ തൈ കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് റൂട്ട് അടിയിലേക്ക് പോകാത്ത അബിയും മുകളിലൂടെ റൂട്ട് പോകുന്ന. അപ്പൊ അത്യാവശ്യം സിസ്റ്റം ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു സ്ലോപ്പാണ്, കുത്തനുള്ള ഒരു സ്ലോപ്പാണ്. ഇതൊരു കുന്നിന്റെ മുകളിലാണ്. നിങ്ങൾക്ക് വ്യൂ ഒക്കെ കാണാം. നല്ല 100% വെയിൽ കിട്ടുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഞാനിന്നൊന്ന് ഷംസിബായിന്റെ കൂടെ ഇതൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. കൊറായി പറയുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ഇവിടുന്ന് ചൂണ്ടാനും ഉണ്ടായിരുന്നു. സ്വാഭാവികം. കുറച്ച് കൊടുക്കാനും ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെക്കാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാലോ. അപ്പൊ ഇതെന്താ ആട്ടുമൂത്രം? മൂത്രം പ്ലസ് ആട്ടുംകാട്ടോ. ഇതുണ്ടോ, നമ്മള് രാസക്കാരല്ല കേട്ടോ, ജൈവം ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ് കൂടി ജൈവം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ആട്ടുംകാഷ്ടം, ഇത് വെറും ആട്ടുമൂത്രം, ആടിന്റെ മൂത്രം. ഇതുണ്ടോ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സാധനമാണ് ആടിന്റെ മൂത്രം. അപ്പം ഇതൊക്കെ ഇതാക്കും. നല്ല ഇത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് സോൾജർ ഫേസിന്റെ ലാർവകളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം തോന്നി. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. സ്ഥലമില്ലാത്ത ആളുകള് ഇതേമാതിരി കുറച്ച് സ്ഥലമൊക്കെ എവിടെയെങ്കിലും കുറഞ്ഞ വിലക്ക് എടുത്തിട്ട് ഞാനടക്കം. എത്ര സ്ഥലമുണ്ടോ അവിടെ ചെടി നടാം. ചെടി സ്ഥലമല്ല വേണ്ടത്, ചെടി നടാൻ. ആദ്യം നമുക്ക് അതിനുള്ള ഒരു താല്പര്യം, അതാണ് വേണ്ടത്. എന്തെങ്കിലും ഇപ്പൊ പലരും പറയും അത് നടക്കൂല, ഇവിടെ നടക്കൂല, ടെറസിന്റെ മുകളിൽ നടക്കൂല, ഇത് നടക്കൂല. നമുക്ക് അതിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റുമോ? ഇത് നമ്മള് പിന്നെ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ മാവ് തട്ടോടി. അതിൽ 4 മാവിൽ നിന്ന് നമ്മൾ മാങ്ങ പറിച്ചു. ഇതിന്നു അതില് 7-8 മാസത്തിനുള്ളിൽ നമ്മൾ 8 മാസത്തിനുള്ളിൽ പറഞ്ഞാല് മെയിൽ മാങ്ങ പറിച്ച് 5-ാം മാസം. അതിലൊരു മാവ് ഞാൻ 2 കൊല്ലം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്. അത് നല്ല ഉഷാറായിട്ട് വന്ന്, നല്ല അടിപൊളിയായിട്ട് വന്ന്. നമ്മൾ ഉണ്ടാക്കിയൊരു മാവ് കായ്ച്ചു എന്നല്ലേ, അതിന്റെ ഒരു സുഖം. പിന്നെ സ്വാഭാവികമായിട്ട് കാറ്റിമോണ് അത് എപ്പോഴും കായ്ക്കും. പിന്നെ അപ്പൊ നിങ്ങള് ഇത് തായ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. കാറ്റിമോൺ ഉണ്ട്, സൂപ്പർക്കുണ്ട്, നാംഡോക്ക് ഉണ്ട്, ബനാന ഉണ്ട്, നാടനുണ്ട്. അണ്ണാൻ ചപ്പ മാങ്ങ മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു ആരോപണം നമ്മളെ മേലുണ്ട്. അതല്ല എന്നുള്ളത്. അല്ല, അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇവിടെ നമ്മൾ വെറും നമ്മള് ചിലപ്പോ രാസത്തിന് വേണ്ടി വാദിക്കാറുണ്ടുള്ള. കാരണം അതിനെ തള്ളി പറയുമ്പോ നമുക്ക് ജൈവം ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കമ്പോസ്റ്റ്, ബയോ, ഇതല്ലാത്ത ആൾക്കാർ ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ ടെറസ് ഫാമിങ്ങിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ആട്ടുംകാസ്റ്റും ഇതൊക്കെ രാസം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബയോമാസ് കുറെ കൊടുക്കണം. അത്രേ ഉള്ളൂ. ബയോമാസ് ഇല്ലാതെ നമ്മൾ രാസം കൊടുത്തോണ്ട് കാര്യമില്ല. മണ്ണിൽ എപ്പോഴും ഒരു ഓർഗാനിക് കാർബൺ പ്രസൻസ് വേണം. ഇതിപ്പോ കണ്ടില്ല നിങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഈ വെയിലുള്ള കംപ്ലീറ്റ് വലിയ മരങ്ങളായിരുന്നു. കാട് പിടിച്ച് അതൊക്കെ ഞാൻ വെട്ടിട്ട് എന്റെ പറമ്പിലൊക്കെ നട്ടത് കളഞ്ഞിട്ടില്ല. ഇതിപ്പോ നാളെ വന്നിട്ട് പറഞ്ഞ സങ്കടം ഇതുണ്ടോ, ഇവിടെ ഒക്കെ വെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇത് എടുത്ത് അങ്ങോട്ട് ഇടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടൈമില്ല. ഞാൻ നാളെ രാവിലെ വന്നിട്ട് ഇതിലേക്ക് കയറ്റി. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് വീഡിയോ അവസാനിപ്പിക്കല്ലേ. അപ്പൊ ഇത് നമ്മൾക്ക് വീണ്ടും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇൻഷാല്ലാ അടുത്തൊരു ലീവിന് വരുമ്പോൾ വീണ്ടും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വെച്ചിട്ട് നമുക്കൊക്കെ കാണാം. റെഫറൻസ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ. ഇതാണ് ഇപ്പം ഈ ഒരു പറമ്പിന്റെ ഇപ്പം കാടും പൊന്തിയും മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ.